മാത്രമല്ല ചില അനുഗ്രഹങ്ങൾ പ്രാപിച്ച് പിന്നെയും യേശു നല്ലവനെന്ന് മനസ്സിലാക്കി മടങ്ങിപ്പോകുവാൻ ഒരവസരം കൂടെ കർത്താവ് തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഫെസിറ്റി ചർച്ച് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇപ്പോൾ നടക്കുകയാണ്. ഞങ്ങളുടെ ചർച്ചിന് സാധാരണഗതിയിൽ എപ്പോഴും ഒന്നും ഉപവാസങ്ങളില്ല. ഒരു വർഷത്തിൽ എല്ലാ വർഷത്തിൻ്റെയും ഏതാണ്ട് ഈ സീസണിൽ ഒരു 21 days ഫാസ്റ്റിംഗ് ഉണ്ട്. അതിൻ്റെ 9ാം ദിവസത്തെ ഫാസ്റ്റിംഗ് നടക്കുകയാണ്. സെപ്റ്റംബർ 1 തീയതി ഇത് തീരും. ഇവിടെ അതിഥികളായി വരുന്നവർക്ക് ആർക്കെങ്കിലും അതിൽ പങ്കെടുക്കൊള്ളണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഞായറാഴ്ച അടക്കം മീറ്റിങ്ങുകളുണ്ട്. രാവിലെ 9:30 മണിക്ക് തൊട്ട് 10:30 മണി വരെയും മധ്യസ്ഥ പ്രാർത്ഥന. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ തന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അതിനുശേഷം 10:30 മുതൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഉച്ചയ്ക്ക് 2:30 വരെ കേൾക്കാം. 12:30 മണിക്ക് ഒരു ബ്രേക്കുണ്ട്. ആ ബ്രേക്കിന് അത്യാവശ്യമുള്ളവർക്ക് വീട്ടിലേക്ക് പോകാം. ബാക്കിയുള്ളവർക്ക് 2:30 വരെയും ദൈവവചനം ശ്രവിക്കാം. തുടർന്ന് വൈകിട്ട് 6:30 to 8:30 ഇവിടുത്തെ മീറ്റിങ്ങിൻ്റെ ടൈമിൽ തന്നെ മീറ്റിങ്ങുകൾ വൈകിട്ടുണ്ട്. എല്ലാം ചർച്ചിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. കളമശ്ശേരി വെള്ളാർപാടം കണ്ടെയ്നർ റോഡിൽ പ്രവേശിക്കുമ്പോൾ ആദ്യത്തെ സിഗ്നലിനടുത്ത് നിന്ന് നോക്കിയാൽ വെള്ളാർപാടത്തേക്ക് പോകുന്ന വഴിക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ബോർഡ് റൈറ്റ് സൈഡിൽ കാണാം, ഫെസിറ്റി ചർച്ച്. ആ സൈഡ് റോഡിൽ കൂടെ കയറി വന്നാൽ, നെൽസൺ മണ്ടാല റോഡിൽ കൂടെ കയറി വന്നാൽ ചർച്ചിലെത്താം. താല്പര്യമുള്ളവരെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്നത് ഈ മാസത്തെ നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്ന റോമാ ലേഖനത്തിൽ നിന്ന് തന്നെയാണ്. ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു വേദഭാഗം നമ്മുടെ അല്പം നേരത്തെ ചിന്തയ്ക്കായി വായിക്കാം. റോമാലേഖനം 13-ാം അധ്യായം 11, 12, 13 വാക്യങ്ങൾ. റോമൻസ് ചാപ്റ്റർ 13 വേഴ്സ് 11 to 13. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറികയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ചില ആഴ്ചകൾ കർത്താവദാസൻ പാസ്റ്റർ ബാബു ജോൺ ഇവിടെ ഉണ്ടായിരുന്നില്ല. ചില ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ദുബായിലായിരുന്നു. ഇന്നലെ വന്നു. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. കർത്താവദാസന് ക്ഷേമമായി കർത്താവ് പരിപാലിച്ചു. അനേക ശുശ്രൂഷകളിൽ ഉപയോഗിച്ചു. അതോർത്തും കരമെടുത്ത് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ വായിച്ച വേദഭാഗം നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകലെടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവർത്തികളെ വച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കാം. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലും അല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇവിടെ നടക്കേണ്ട വിധങ്ങൾ വിശേഷാൽ റോമൻ വിശ്വാസികളോട് പറയുകയാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ചില ക്രമങ്ങൾ നിങ്ങളുടെ ഓരോ ഇടപാടുകളിലും ഉണ്ടാകേണ്ടതിന്, നിങ്ങളുടെ പ്രൊസീഡിങ്സ് ഓഫ് ദിസ് വേൾഡ്, ട്രാൻസാക്ഷൻസ് ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഇടപെടുന്ന വിഷയങ്ങളിൽ ഉണ്ടാകേണ്ടതിന് നിങ്ങൾക്ക് 3 വിധത്തിലുള്ള അറിവ് ഉണ്ടായിരിക്കണം. എന്തിനെക്കുറിച്ചാണെന്നറിയാമോ? സമയത്തെക്കുറിച്ച്. 3 സമയങ്ങൾ ഇവിടെ നമുക്ക് വായിക്കാൻ സാധിക്കും. 11-ാം വാക്യത്തിൽ നമ്മൾ അറിയേണ്ട സമയം, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പോകാൻ സാധ്യതയുള്ള സമയം. വീണ്ടും നമ്മൾ കാണുന്നത് വിശ്വസിച്ച സമയം. പ്രൈസ് ഗോഡ്. പിന്നെ കാണുന്നത് പകൽ സമയം. പ്രൈസ് ഗോഡ്. എന്നിട്ട് പറയുകയാണ്, വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ നമ്മോട് അടുത്തിരിക്കുന്നു. ഇത് നിങ്ങൾ അറിയേണ്ട സമയമാണ്. ചിലതൊക്കെ അറിയേണ്ട സമയമാണ്. പ്രൈസ് ഗോഡ്. മാത്രമല്ല നിങ്ങളുടെ ജീവിതം പകൽ സമയത്ത് എന്ന പോലെ മര്യാദയായിട്ട് ഉള്ളതായിരിക്കണം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക്
മനസ്സിലാക്കാൻ കഴിയുന്ന സമയം, മറ്റുള്ളവർക്ക് നമ്മളെ കാണാൻ കഴിയുന്ന സമയമാണ് പകൽ സമയം. പകല് നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോയാൽ, അല്ലെങ്കിൽ കുറച്ച് ദൂരം പോയാൽ അടുത്ത് കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും, നമ്മുടെ അയൽവക്കത്തുകാർ, നമ്മളെ പരിചയമുള്ളവർ ഒക്കെ ഒരു ചോദ്യം ചോദിക്കും, കാലത്ത് എങ്ങോട്ടാണ്? പ്രൈസ് ഗോഡ്. എന്നാൽ രാത്രി പോയാലോ ഒരാളും ചോദിക്കത്തില്ല, കാരണം നീ പോകുന്നത് അറിയുന്നില്ല, വരുന്നത് അറിയുന്നില്ല. അപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് കാണത്തക്കവണ്ണമായിരിക്കുന്ന പോലെ, പകലായിരിക്കുന്നത് പോലെ രാത്രിയിലും നിങ്ങൾ മര്യാദയായി നടക്കാം. പണ്ട് ഒരു നാടകം ഉണ്ടായിരുന്നു, അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാൽ എന്ന് മറ്റോ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ പകല് മാന്യന്മാരായ പലരും അർദ്ധരാത്രിക്ക് എങ്ങാനും സൂര്യൻ ഉദിച്ചാൽ കാണരുതാത്തടത്ത് കാണും, കാണപ്പെടാത്തത് ചെയ്യും, വേണ്ടാത്തതൊക്കെ ചെയ്യും, വേണ്ടാത്തത് തിന്നും, വേണ്ടാത്തത് കുടിക്കും, വേണ്ടാത്തത് പറയും. ഇതെല്ലാം കാണാൻ പറ്റുമെന്നുള്ളതാണ് അവൻ വിവക്ഷിക്കുന്നത്. പ്രൈസ് ഗോഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാലം ഇനി ഏറെയില്ല. നിങ്ങൾ വിശ്വസിച്ച രക്ഷയേക്കാൾ അടുത്തിരിക്കുന്നു. പാട്ടുകാരൻ പാടി, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ നിത്യതയോട് കൂടുതൽ അടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ആകെയൽപ്പം നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ഇന്നലേക്കാൾ എൻ്റെ യാത്ര ഇന്ന് കുറച്ചുകൂടെ അടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ ഒരു ബോധത്തോടെ നമ്മൾ ജീവിക്കേണ്ടതിന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആഹ്വാനം ചെയ്യുമ്പോൾ പൗലോസ് ഇവിടെ 3 സമയങ്ങൾ എടുത്തു പറയുകയാണ്. വേദപുസ്തകം പഠിക്കുന്ന നമുക്ക് സുപരിചിതമായ ഒന്നാണ് കാലങ്ങളും സമയങ്ങളും അതിനെ ചൊല്ലിയുള്ള പരാമർശങ്ങളും പുസ്തകത്തിലുള്ളത്. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും താല്പര്യമുള്ളൊരു വിഷയമാണ് ഭാവി കാലം. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്ക്, എൻ്റെ വീട്ടിൽ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, ലോകത്തിന്? പ്രൈസ് ഗോഡ്. ഭാവി കാലത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ആകാംക്ഷയിൽ നിന്ന് എത്ര പേരാ മുതലെടുക്കുന്നതെന്നറിയാമോ? ഈ കാണുന്ന ജ്യോത്സ്യന്മാർ മുഴുവൻ കാശുണ്ടാക്കുന്നത് നമ്മുടെ ഈ ഒരൊറ്റ ആകാംക്ഷ എന്നാണ്. പ്രൈസ് ഗോഡ്. മനോരമ മുതൽ ലോകത്തുള്ള സകല മാഗസിൻസിനും, ഇംഗ്ലീഷ് മാഗസിനായാലും മലയാളമായാലും ഹിന്ദി ആയാലും എല്ലാത്തും ഈ വാരഫലം എന്ന് പറയുന്ന, ഹൗ ദിസ് വീക്ക് ഈസ് ഫോർ യു, ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ എന്ന് പറയുന്ന ഒരു പേജ് ഓരോരുത്തരും വരാൻ കാത്തിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, അതിൽ പറയുന്നത് പോലെയൊക്കെ നടന്നിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. അത് നോക്കി എന്തെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാമായിരുന്നു. പ്രൈസ് ഗോഡ്. ഇന്നലെ വായിച്ചു ഞാൻ കേട്ടതാണെന്ന് തോന്നുന്നു. കറക്റ്റ് ജ്യോത്സ്യം പറയുന്ന ഒരു മനുഷ്യൻ്റെ മകള് ആരാണ്ട് കൂടെ ചാടിപ്പോയി. നാട്ടുകാർ ചോദിച്ചോളൂ, തനിക്കിത് മനസ്സിലായില്ലെന്ന് ചോദിച്ചു. പുള്ളി, സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ലെന്ന്. ഇത്രയേ ഉള്ളൂ. എന്നാൽ ദൈവവചനത്തിൽ ഊന്നിക്കൊണ്ട് ദൈവകൃപയിൽ ആമേൻ ദൈവത്തെ ആരാധിക്കുന്ന ജനത്തിന് ഒരു കാര്യം സമയത്തെക്കുറിച്ച് അറിയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വിശ്വസിച്ച സമയത്തേക്കാൾ ഞങ്ങൾ രക്ഷയോട് അല്പം കൂടെ അടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി എൻ്റെ രക്ഷകനോട്, എൻ്റെ പ്രാണപ്രിയനോട്, എൻ്റെ നിത്യതയോട്, എൻ്റെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവങ്ങളോട് ആമേൻ ഹല്ലേലൂയ ഞാൻ അല്പം കൂടെ ഇന്നലേക്കാൾ അടുത്തിരിക്കുന്നത് ബോധ്യമുള്ളവർക്ക് ഒരു സ്തോത്രം പറയാമോ? നമ്മുടെ ഉറപ്പാണത്, നമ്മുടെ പ്രത്യാശയാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ഇതിനോടനുബന്ധിച്ചൊരു കാര്യം നമ്മൾ തുറന്ന് ചിന്തിക്കുന്നതിന് മുമ്പ്, ഇത് മനസ്സിലാകാൻ വേണ്ടി വേദപുസ്തകത്തിൽ സമയത്തെക്കുറിച്ചും കാലങ്ങളെക്കുറിച്ചുമുള്ള പദപ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാർ കർത്താവിനോട് ചോദ്യം ചോദിച്ചു. കർത്താവ് അതിന് 7-ാം വാക്യത്തിൽ ഒരു മറുപടിയും പറഞ്ഞു. ശ്രദ്ധിക്കാം. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനപ്പെടുത്തി കൊടുക്കുന്നത്? കർത്താവ് കൊടുത്ത മറുപടി, അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. മതി. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഇന്ന് ലോകത്തിൽ വിശ്വാസകോളത്തിൽ ഏറ്റവും അധികം ആളുകൾ തെറ്റിപ്പോയിരിക്കുന്നതും, ഏറ്റവും ഉന്നതന്മാരായ ദൈവദാസന്മാർ എന്ന് അറിയപ്പെട്ടവർ, പ്രാസംഗികർ, തിയോളജിയൻസ് ഒക്കെ തെറ്റിപ്പോയിരിക്കുന്നത് ഈ വാക്യത്തെക്കുറിച്ചൊരു ചിന്തയില്ലാഞ്ഞിട്ടാണ്. പ്രൈസ് ഗോഡ്.
യേശു വരുന്ന സമയവും കാലവും കൃത്യമായി പ്രവചിച്ചിട്ട് കാത്തിരുന്ന് നാണം കെട്ട കൂട്ടര് ഒത്തിരിയാണ്. കേരളത്തിലുണ്ടായിട്ടുണ്ട്, അമേരിക്കയിലുണ്ടായിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ കേട്ടിട്ടുള്ളത് എങ്ങനെയാണ് പറഞ്ഞു കേരളം. കേരളത്തിലൊരു കാലത്ത് യേശു ഇത്രാം തീയതി, ഇത്ര മാസം, ഇത്രാം തീയതി വരുമെന്ന് പ്രവചനമുണ്ടായി, വെളിപ്പാടുണ്ടായി. അദ്ദേഹത്തോട് കൂടെ ഒരു കൂട്ടം ആളുകൾ യേശു വരുന്ന തീയതിയും കാത്ത് ആ ദിവസവും കാത്ത് കൂടി. വെറുതെ കൂടിയതല്ല, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവരങ്ങനെ കൂടി വരുമ്പോൾ അവരെല്ലാം കൂടി ഒരു കാര്യം തീരുമാനിച്ചു, ഏതായാലും കർത്താവ് വരും. പിന്നെ നമ്മുടെ കോഴിയെ എല്ലാം ഇവിടെ ഇട്ടിട്ട് വല്ലവരും തിന്നത്തേ ഉള്ളൂ, നമുക്ക് തിന്നാം. എല്ലാവരോട് കോഴിയെ, എല്ലാ വീട്ടുകാരുടെ മുഴുവൻ, അവിടെ വന്നവരുടെ മുഴുവൻ കോഴിയെ കൊന്ന് കോഴി ബിരിയാണി ഉണ്ടാക്കി, ഫ്രൈ ഉണ്ടാക്കി, പ്രൈസ് ഗോഡ്, മപ്പാസ് ഉണ്ടാക്കി, ചപ്പാസ് ഉണ്ടാക്കി, എല്ലാം ഉണ്ടാക്കി കോഴിയെ തീർത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനിയും കർത്താവ് വരുമ്പോഴത്തേക്ക് ഈ ആടിനെ ഇട്ടിട്ട് എന്താ കാര്യം? എല്ലാവരും കൂടെ മട്ടൺ റോസ്റ്റ് അടിക്കാൻ തുടങ്ങി. ആടും തീർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ചില്ലി ബീഫും ബീഫ് റോസ്റ്റുമായിട്ട് എരുമയും പശുവും തീർന്നു. എരുമ തീർന്നു, പശു തീർന്നു, കോഴി തീർന്നു, ആട് തീർന്നു, കർത്താവ് വന്നില്ല. അകപ്പാടെ കൺഫ്യൂഷനായി. പ്രൈസ് ഗോഡ്. ഇവരെ തെറ്റിദ്ധരിപ്പിച്ച വിദ്വാൻ പറഞ്ഞു, ഇന്നലെ രാത്രി 12 മണിക്ക് പുള്ളി വന്നിച്ചും പോയി, നമ്മൾ അറിഞ്ഞില്ലെന്ന്. ഹല്ലേലൂയ. ജിം ജോൺസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അമേരിക്കയിൽ ഇതുപോലെ തന്നെ കൂട്ടിയ ആളുകളെ. അവർക്ക് കോഴിയും ആടും പശു എരുമയും പോത്തുമെന്നല്ല അല്ല പോയത്, അവർക്ക് പോയത് അവരുടെ ജീവനായിരുന്നു. പ്രൈസ് കർത്താവ് വരുന്നതിന് മുമ്പ് എല്ലാവരും ഒരുങ്ങാൻ വേണ്ടി പ്രൈസ് ഗോഡ് പൊതുവിലെ ഒരു വലിയ പാത്രത്തിൽ ഒരു ഡ്രിങ്ക്സ് കലക്കി. എല്ലാവരും ഓരോ ഗ്ലാസ്സിൽ ആ ഡ്രിങ്ക്സ് കയ്യിലെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുടിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ച് കുടിച്ചോണം എന്നൊക്കെ പറഞ്ഞു തോന്നുന്നു. ഏതായാലും ആയിരക്കണക്കിന് ആളുകൾ ആ ഡ്രിങ്ക്സ് കുടിച്ചു, കുഴഞ്ഞു വീണു, ലോകം വിട്ടു. അതിനകത്ത് പൊട്ടാസ്യം സയനൈഡ് കലക്കിയിരുന്നത്. പ്രൈസ് ഗോഡ്. പരാജയപ്പെട്ടു എന്ന് കാണുമ്പോൾ എന്തും ചെയ്യാൻ. കർത്താവിന്റെ വരവിനെ കുറിച്ച് ആരും ഗണിക്കരുതെന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് കണക്ക് ആരും കൂട്ടണ്ട. ഈ കാലങ്ങളും ഈ സമയങ്ങളിൽ പിതാവിന്റെ സ്വന്തം അധികാരത്തിൽ വച്ചിരിക്കുന്നതാണ്. പുത്രൻ കൂടെ അത് അറിയുന്നില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഗണിക്കാൻ നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ഗണിച്ച് മനസ്സിലാക്കി, ഹല്ലേലൂയ, ജീവിക്കണം. പകൽ സമയത്തെന്ന പോലെ നാം ജീവിതത്തിൽ മര്യാദയായി നടക്കണം എന്ന് പറഞ്ഞാൽ, ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ ഈ ലോകത്ത് നിന്ന് അവനോടുകൂടെ ആകാശമേഘങ്ങളിൽ രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടുമെന്നുള്ള ഉറപ്പോടെ ജീവിക്കണം. അങ്ങനെയുള്ള ഉറപ്പുള്ളവർക്ക് ഒരു സ്തോത്രം പറയാം. ഇപ്പോൾ കാഹളം ധ്വനിച്ചാൽ, ഇപ്പോൾ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, കർത്താവ് ഇറങ്ങി വന്നാൽ, ദൈവത്തിന്റെ സ്തോത്രം, ഇപ്പോൾ കാഹളം ധ്വനിച്ചാൽ ഞാൻ ഇവിടെ കാണത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ഹോള് കാലിയാകുമെന്ന് പറയാൻ പറ്റുമോ? ഞാനിരിക്കുന്ന സീറ്റിൽ ഞാൻ കാണത്തില്ലെന്ന് നല്ല ഉറപ്പുള്ളവർക്ക് ശബ്ദമേർന്ന ഒരു ഹല്ലേലൂയ പറയാം. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ കാണുന്നതായകം. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂടാളിയാണ്. കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ കൂട്ടാളിയാണ്. ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോൾ, സ്വന്തം സഹോദരൻ
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ജനത്തിന് കാഹളശബ്ദത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. ഇന്ന് കർത്താവ് വന്നാൽ, ഇപ്പോൾ കർത്താവ് വന്നാൽ ഞാൻ അവൻ്റെ കൂടെ എടുക്കുക, അവനോട് കൂടെ മേഘങ്ങളിൽ അവനെ എതിരേൽപ്പാൻ. ഇന്ന് എനിക്ക് മുമ്പ് മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്നവരുടെ കൂടെ ആകാശമേഘങ്ങളിൽ ഞാനും എടുക്കപ്പെടുമെന്നുള്ള ഉറപ്പുള്ള ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആ റെന്റ് കൊടുത്തേക്കണം കേട്ടോ. കൊടുത്തേ പോൾ മാത്യു, നേരത്തെ റെന്റ് കൊടുത്തേക്കണം കർത്താവ് എന്ന് വരാൻ സാധ്യതയുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മളെപ്പോഴും ഒരു കാര്യം പോലും സെറ്റിൽ ചെയ്യാനുണ്ടാകരുത്. സ്നേഹത്തിലല്ലാതെ ആരോടും ഒന്നിനും കടംപെട്ടിരിക്കരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പം അങ്ങനെയുള്ള ഒരു കാലങ്ങളെക്കുറിച്ചും സമയങ്ങളെക്കുറിച്ചുമുള്ളത് നിങ്ങൾക്കുള്ളതല്ല. അത് പിതാവ് സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ളതാണ്. അവിടെ കാലങ്ങൾ, സമയങ്ങൾ, രണ്ട് പദങ്ങൾ മലയാള വേദപുസ്തകത്തിനകത്തുള്ളതിൻ്റെ ഗ്രീക്ക് പരിഭാഷ പരിശോധിച്ചാൽ കാലം എന്നുള്ളതിന് ക്രോണോസ് എന്നും സമയം എന്നുള്ളതിന് കെയ്റോസ് എന്നുമാണ് കൊടുത്തിരിക്കുന്നത്. ക്രോണോസ്, CHRONOS, ക്രോണോസ്. സമയം എന്നുള്ളതിന് കെയ്റോസ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഈ ക്രോണോസ് എന്ന് പറയുന്ന സമയത്തിന്റെ പ്രത്യേകത അത് വാച്ച് നോക്കി അളക്കാവുന്ന സമയമാണ്. ഇറ്റ്സ് ആൻ ഇന്റർവൽ. അതിനൊരു തുടക്കം പറയാനുണ്ട്, അവസാനം പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ക്രോണോസ് എന്ന സമയം മനസ്സിലാക്കുന്നത് വാച്ച് വെച്ചായതുകൊണ്ടാണ്. പ്രൈസ് ഗോഡ്. ആദ്യകാലത്ത് വാച്ചിന് വിളിച്ചിരുന്നൊരു പേര് ക്രോണോമീറ്റർ എന്നാണ്. പ്രൈസ് ഗോഡ്. അപ്പം ക്രോണോസ് എന്ന് പറഞ്ഞാൽ വാച്ച് വെച്ച് അളക്കാവുന്ന സമയം. വാച്ച് വെച്ച് അളക്കുന്ന സമയം ഏതാണ്? ആമേൻ. വൈകുന്നേരം 6 മണിക്ക് അസ്തമിക്കും, രാവിലെ 6:30 ഉദിക്കുമെന്ന് പറയുന്ന സൂര്യനെ ആശ്രയിച്ചാണ് ഈ സമയം നിൽക്കുന്നത്. ക്രോണോസ് സോളാർ സിസ്റ്റത്തെ സൂര്യനെ ആശ്രയിച്ചുള്ള സമയമാണ്. അതിന് തീയതിയിൽ ഒരു തുടക്കമുണ്ട്. 1-ാം തീയതി തൊട്ട് 30-31 വരെ, പിന്നെയും 1-ാം തീയതി തൊട്ട് 30-31 വരെ. ഹല്ലേലൂയ. പിന്നെ ഒടുവിൽ ഫെബ്രുവരി വന്നാൽ 28 വരെ. ദൈവത്തിന്റെ സ്തോത്രം. 4 കൊല്ലം കൂടുമ്പോൾ ഫെബ്രുവരിക്ക് ഒരു 29. ഇങ്ങനെ ദിവസങ്ങൾ 24 മണിക്കൂറുള്ള ദിവസങ്ങൾ വെച്ച് കണക്കാക്കാവുന്ന ആ സമയബന്ധിതമായ പീരിയഡ്, ദൈവത്തിന്റെ സ്തോത്രം, കാലഘട്ടം, അതാണ് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കാലം എന്ന പേരിൽ അഥവാ ക്രോണോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. ഇനി കാലമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്തുകൊണ്ട് കാലമില്ല? ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും, സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. ഇതൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ, മനുഷ്യൻ സമയം കണക്കാക്കുന്ന, ദിവസം കണക്കാക്കുന്ന ആ കാൽക്കുലേഷൻസ് മുഴുവൻ തെറ്റും. പ്രൈസ് ഗോഡ്. അങ്ങനെ വരുമ്പോൾ സോളാർ സിസ്റ്റത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള സമയത്തിന്റെ കണക്കുകൂട്ടലുകൾ മുഴുവൻ ലാപ്സാകും. ഇനി കാലമില്ല. പ്രൈസ് ഗോഡ്. എന്നാൽ അപ്പോഴും ഒരു കാര്യം തുടർന്നുകൊണ്ടിരിക്കും. കെയ്റോസ്. പ്രൈസ് ഗോഡ്. കാലം, നമ്മുടെ ക്രോണോസ്, നമ്മുടെ വാച്ച്, നമ്മുടെ മണിക്കൂറുകൾ, നമ്മുടെ ദിവസങ്ങൾ സൂര്യനെ ബന്ധിച്ചു കിടക്കുമ്പോൾ സൂര്യന്, ചന്ദ്രന്, നക്ഷത്രങ്ങൾക്ക് നമ്മിൽ സ്വാധീനമുണ്ട്. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ നേരം വെളുത്തെന്ന് പറഞ്ഞ് എഴുന്നേൽക്കും. പ്രൈസ് ഗോഡ്. സൂര്യൻ തലയ്ക്ക് മേളിൽ വരുമ്പോൾ അയ്യോ ഉച്ചയായി, ദിവസം പോകാറായി, ഞാൻ പെട്ടെന്ന് പോകട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കും. വൈകുന്നേരമാകുമ്പോൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. രാത്രിയായെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും. വീട്ടിൽ വന്ന് കിടക്കാൻ നോക്കും. ഭക്ഷണം കഴിച്ച് അത്താഴം കഴിച്ച് കിടക്കാൻ നോക്കും. എന്തിനാണെന്നറിയാമോ? ഇനി നാളെ സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേൽക്കാൻ. പ്രൈസ് ഗോഡ്. മാത്രമല്ല, മരം വെട്ടുമ്പോൾ, ആഞ്ഞിലി വെട്ടിയാൽ, പ്ലാവ് വെട്ടിയാൽ ആളുകൾ പറയും ആ നക്ഷത്രം നോക്കിയര്, തിഥിയൊന്ന് നോക്കിയര്. കാരണം വെളുത്ത പക്ഷത്തിൽ വെട്ടിയാൽ കുത്തു വീഴുന്ന പറയുന്നത്. കറുത്ത പക്ഷത്തിലാണെങ്കിൽ കുത്തു വീഴത്തില്ല. പ്രൈസ് ഗോഡ്. ഈ തേനെടുക്കാൻ പോകുമ്പോൾ പറയും വെളുത്ത പക്ഷത്തിൽ പോയാൽ തേൻ കിട്ടത്തില്ല, കറുത്ത പക്ഷത്തിലാണെങ്കിൽ മുട്ടയല്ല തേനുണ്ടാവും. പ്രൈസ് ഗോഡ്. പുഴയിൽ മീൻ പിടിക്കാൻ പോകുന്നവർ പറയും ഇന്ന് പഞ്ചമി തക്കം അല്ലെങ്കിൽ ദശമി തക്കം അല്ലെങ്കിൽ വാവാണ്, മീൻ കൂടുതൽ കാണും.
പ്രൈസ് ഗോഡ്. ഞങ്ങൾക്ക് പണ്ട് ചീനവല ഉണ്ടായിരുന്നു. അപ്പോൾ ശിവരാത്രി ദിവസം ഭയങ്കര ക്യാച്ചാണ്. അന്ന് ഒത്തിരി മീൻ കാണുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. സ്പ്രിംഗ് ടൈഡും നീപ് ടൈഡും പ്രൈസ് ദ ലോർഡ്, നക്ഷത്രങ്ങളുടെ പൊസിഷൻസും ചന്ദ്രൻ്റെ വൃദ്ധിയും ക്ഷയവും പ്രൈസ് ഗോഡ്, സൂര്യൻ്റെ ഉദയവും അസ്തമയവും നിയന്ത്രിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്. വി ആർ ലിവിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ക്രോണോസ്. പ്രൈസ് ഗോഡ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് യോബിന്റെ പുസ്തകം 33-ാം അധ്യായം, ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 33-ാം അധ്യായം, ദൈവത്തിന്റെ സ്തോത്രം, അതിൻ്റെ 38 മുതലുള്ള 38-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ. യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? ദ സ്വീറ്റ് ഇൻഫ്ലുവൻസ് ഓഫ് പ്ലിയാഡ്സ്. മകയിരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങൾ അഴിക്കാമോ? ക്യാൻ യു ലൂസ് ദ ബാൻഡ്സ് ഓഫ് ഒറിയോൺ? നിനക്ക് രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? നിനക്ക് രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? ദ സീസൺസ് ഓഫ് ദ മെസാരോത്ത്. സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? ആർക്കിടെക്ട്സ് വിത്ത് സൺസ്, ക്യാൻ യു ഫൈൻഡ് ദ വേ? പ്രൈസ് ഗോഡ്. അടുത്തത്, ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നു? ആകാശത്തിലെ നിയമങ്ങളെ അറിയുന്നു. ഡു യു നോ ദ ലോസ് ഓഫ് ഹെവൻ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത നിർണയിക്കാമോ? Can you decide the dominion of those things on earth? യോബിനോട് ചോദിക്കുകയാണ്. ആരാ ചോദിക്കുന്നത് അറിയാം? കർത്താവാ ചോദിക്കുന്നത്. സർവശക്തനായ ദൈവം ചോദിക്കുകയാണ്. കാർത്തികയുടെ ചങ്ങല, മകയിരത്തിന്റെ ബന്ധനം, സപ്തർഷികളുടെ രാശി, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പല പല വിഷയങ്ങളെക്കുറിച്ച് യോബേ നിനക്ക് അറിവുണ്ടോ? അതിന് ഭൂമിയിലുള്ള സ്വാധീനത നിനക്കറിയാമോ? അതിൻ്റെ വഴികളെ നിനക്കറിയാമോ? അതിൻ്റെ കാലങ്ങളെ നിനക്കറിയാമോ? എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? ഇതിനൊക്കെ ഭൂമിമേൽ സ്വാധീനമുണ്ട്. സൂര്യന് സ്വാധീനമുണ്ട്, ചന്ദ്രന് സ്വാധീനമുണ്ട്, നക്ഷത്രങ്ങൾക്ക് സ്വാധീനമുണ്ട്, രാശികൾക്ക് സ്വാധീനമുണ്ട്. ഇതെല്ലാം ഭൂമിമേൽ സ്വാധീനം ചെലുത്തി ആമേൻ ഭൂമിയെയും ഭൂമിയിലുള്ളതിനെയും നിയന്ത്രിക്കുന്നുവെന്ന് യോബേ നിനക്കറിയാമോ? അതുകൊണ്ടാണ് ഈ ജാതകമൊക്കെ ചിലർ ഒക്കുന്നെന്ന് പറയുന്നില്ലേ? പ്രൈസ് ഗോഡ്. മാത്രമല്ല, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും 12 രാശികൾ എടുത്തിട്ട് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, വെസ്റ്റേൺ കൺട്രികളിലും അതുപോലെ ദൈവത്തിന് സ്തോത്രം നവഗ്രഹങ്ങളെ ആസ്പദമാക്കി നമ്മുടെ രാജ്യത്തും ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഈ കാലങ്ങളെ ഗണിച്ച് സമയങ്ങളെ ഗണിച്ച് മനുഷ്യൻ്റെ നന്മ തിന്മ വരുന്ന ഭാവികളെ എഴുതിക്കൊണ്ട് ജാതകം കുറിച്ച് കയ്യിൽ കൊടുക്കുമ്പോൾ ഭാഗ്യജാതകവും പ്രൈസലോട് കണ്ടകശനിയുടെ ജാതകവും കഷ്ടകാലത്തിൻ്റെ ജാതകവും നല്ല കാലത്തിൻ്റെ ജാതകവും ഒക്കെ മേടിച്ചിട്ട് ദുഃഖിച്ച് ഇത് തലയിൽ വരെയാണെന്ന് പറഞ്ഞ്, ഇത് ചൊവ്വാദോഷമാണെന്ന് പറഞ്ഞ്, ഇത് രാഹുകാലമാണെന്ന് പറഞ്ഞ്, ഇത് ഗുളികകാലമാണെന്ന് പറഞ്ഞ്, പ്രൈസ് ഗോഡ്, നല്ല സമയം നോക്കി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ കൈറോസും ക്രോണോസും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് രാത്രി മനസ്സിലാക്കിയാൽ നിന്റെ ചിന്താഗതിക്ക് മാറ്റം വരും. ഞാനീ പറഞ്ഞതെല്ലാം ക്രോണോസിൽപ്പെട്ട കാര്യങ്ങളാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന, സ്വാധീനം ചെലുത്തുന്ന വിഷയങ്ങളാണ് പറഞ്ഞത്. എന്നാൽ അതിനപ്പുറത്ത് കൈറോസ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഈ ക്രോണോസ് എന്ന് പറയുന്ന സമയത്തിന്റെ കേന്ദ്രബിന്ദു, സോളാർ സിസ്റ്റത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കുന്ന സൂര്യനായിരിക്കുമ്പോൾ ദൈവമക്കളെ, ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കൾക്ക് മറ്റൊരു കേന്ദ്രബിന്ദുവുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി ജീവിതം നിയന്ത്രിക്കുന്ന, പകലെന്ന പോലെ മര്യാദയായി നടക്കുന്ന, സമയത്തെ നിയന്ത്രിക്കുന്ന, ജീവിതത്തെ നിയന്ത്രിക്കുന്ന ദൈവമക്കളെ, നിന്റെ കേന്ദ്രബിന്ദു കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ ഒരു വ്യത്യാസമുണ്ട്. നീ കൈറോസിന്റെ അല്ല ക്രോണോസിന്റെ സ്വാധീനത്തിന്റെ കീഴിലല്ല, നീ കൈറോസിന്റെ സ്വാധീനത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, നക്ഷത്രങ്ങൾക്കും സൂര്യനും ചന്ദ്രനും രാശിക്കും ഗുളിയനും രാഹുവിനും ഒന്ന് നിന്റെ മേൽ സ്വാധീനമില്ലാത്ത സർവശക്തനായ ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു പൈതലായി നീ മാറുമ്പോൾ ക്ഷുദ്രത്തിന് നിന്റെ മേലൊന്നും ചെയ്യാൻ സാധ്യമല്ല, ആഭിചാരത്തിനൊന്നും ചെയ്യാൻ സാധ്യമല്ല, കൂടോത്രത്തിന് നിന്റെ മേലൊന്നും ചെയ്യാൻ സാധ്യമല്ല. കാരണം ഹല്ലേലൂയ, കൂടോത്രം ചെയ്യുന്നവനൊക്കെ നക്ഷത്രം നോക്കി കൂടോത്രം ചെയ്യുമ്പോൾ
ആഭിചാരം ചെയ്യുന്നവനൊക്കെ നാള് നോക്കി ചെയ്യുമ്പോൾ, രാഹുകാലം നോക്കി ചെയ്യുമ്പോൾ, പാതിരാക്ക് നട്ടു പാതിരയ്ക്ക് ചെയ്യുമ്പോൾ, പ്രൈസ് ഗോഡ്, ഇന്ന് രാത്രി സൂര്യൻ എവിടെ നിന്നാലും വിഷയമല്ല, ചന്ദ്രൻ നിനക്കെതിരായി നിന്നാലും വിഷയമല്ല, നക്ഷത്രങ്ങളെല്ലാം കൂടെ നിനക്കെതിരായി നിന്നാലും വിഷയമല്ല. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവനായ നിന്റെ ദൈവം ചന്ദ്രനിലുള്ള ദോഷത്തെ, സൂര്യനിൽ നിന്നുള്ള ദോഷത്തെ, നക്ഷത്രങ്ങളുടെ ദോഷത്തെ തടുത്തു നിർത്തി നിന്റെ ക്രോണോസിന്റെ സ്വാധീനത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന് കൈറോസിൽ നിർത്തുന്ന ദൈവമായിരിക്കാൻ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഇനി കാലമില്ല, ഇനിയുള്ള കാലം വാച്ചിന് കൊണ്ട് അളക്കാൻ പറ്റുന്ന കാലമല്ല, ഇനിയുള്ള കാലം ടൈം പീസ് കൊണ്ട് അളക്കാൻ പറ്റുന്ന കാലമല്ല, ഇനിയുള്ള കാലം അറ്റോമിക് ക്ലോക്ക് കൊണ്ട് അളക്കാൻ പറ്റുന്ന കാലമല്ല. ഇനി മാസങ്ങൾ പറയാൻ പറ്റത്തില്ല. 12 മാസങ്ങൾ ജനുവരി തൊട്ട് ഡിസംബർ വരെയോ, ചിങ്ങം തൊട്ട് കർക്കിടകം വരെയോ ഇനി പറയാൻ പറ്റത്തില്ല. ആഴ്ചകൾ പറയാൻ പറ്റത്തില്ല. തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങൾ ഇനി പറയാൻ പറ്റത്തില്ല. കാരണം കാലമില്ല, കാലമില്ല, കാലമില്ല. അങ്ങനത്തെ കാലമില്ലാത്ത കാലത്തിന്റെ പേര് വേദശാസ്ത്രപ്രകാരം ഞാൻ പറയട്ടെ, ആ കാലമില്ലാത്ത കാലമാണ് എറ്റേണിറ്റി അഥവാ നിത്യത. ഇന്ന് രാത്രി നിത്യതയെ കുറിച്ച് വെളിപ്പാട് പ്രാപിച്ചിട്ടുള്ള ജനമുണ്ടെങ്കിൽ ഈ ദൈവത്തെ സ്തുതിച്ചാരാധിക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയ്ക്കായി, എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ ലോക മനുഷ്യരുടെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ എന്റെ ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്ന ജീവിതമല്ല. നിത്യജീവൻ ഉടമകളായി ധരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ നിത്യതയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട മനുഷ്യനാണ്. നിന്നെ ഈ മരണത്തിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നിത്യമായ മരണത്തിന് നിനക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഞാൻ നിത്യതയിൽ 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 എൻ്റെ യേശുവിനോടുകൂടെ വാഴും. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാ നിത്യതയിൽ മറയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. തന്തിരുനാമത്തിനാ പനിന്മകൾ സഹിച്ചവരെ, തന്തിരുനാമത്തിനാ മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തിരുസംഗീതം ചേർത്തുതൻ കൈകളാൽ അവരുടെ കണ്ണുനിൽ തുടച്ചിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. സ്വന്ത ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ, സ്വന്ത ജനത്തിനെല്ലാം പല പീഡകൾ ചെയ്തവരെ, വന്നു ബന്ധിതരാക്കിയ ധർമ്മികളാ അവർ കണ്ടം വരുത്തിടുവാൻ. വന്നു ബന്ധിതരാക്കിയ ധർമ്മികളാ അവർ കണ്ടം വരുത്തിടുവാൻ. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ.
പുതുയുഗം തീരും തിരികെ വരാമെന്നു നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം തീരും തിരികെ വരാമെന്നു നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം തീരും തിരികെ വരാമെന്നു നിത്യതയിൽ മറയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം ഒഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം ഒഴിയും. പിന്നെ പുതുയുഗം തീരും തിരികെ വരാമെന്നു നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം തീരും തിരികെ വരാമെന്നു നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം തീരും തിരികെ വരാമെന്നു നിത്യതയിൽ മറയും. പടം കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാൺമതെല്ലാം അഴിയും. പിന്നെ പുതുയുഗം തീരും തിരികെ വരാമെന്നു നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം തീരും തിരികെ വരാമെന്നു നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം തീരും തിരികെ വരാമെന്നു നിത്യതയിൽ മറയും. ഹല്ലേലൂയ. ഇപ്പൊ ക്രോണോസും കൊണ്ട് നടക്കുന്നവന് ഈ പ്രത്യാശ ഇവിടെ വച്ച് കിട്ടിയാൽ കെയ്റോസിലേക്ക് കടക്കാം. പ്രൈസ് ഗോഡ്. ഈ മീറ്റിങ്ങിൻ്റെ ഒക്കെ അന്തിമമായ ഉദ്ദേശം ചിലരുടെ മൂക്കിപ്പനി മാറ്റലല്ല, പക്ഷെ പല കട ഉണ്ടെങ്കിൽ അത് വീട്ടിക്കലല്ല, ഒരു ജോലി മേടിച്ചു കൊടുക്കലല്ല, കല്യാണം നടത്തി കൊടുക്കലുമല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ടായില്ലെങ്കിൽ അവർ കൊച്ചുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാനുമല്ല. ഹല്ലേലൂയ. കാരണം ജോലി കിട്ടിയാൽ റിട്ടയർ ചെയ്യേണ്ടി വരും, കടം വീട്ടിയാലും പിന്നെയും പോയി കടം മേടിക്കും. പ്രൈസ് ഗോഡ്. കൊച്ചുണ്ടായാലും ഈ പുള്ളിയും ചാവും, കൊച്ചും ചാവും. കല്യാണം കഴിച്ചാലും ഭാര്യയും ചാവും, ഈ പുള്ളിയും ചാവും. വീട് വെച്ചാലും വീട് ഇടിഞ്ഞു പോകും. പ്രൈസ് ഗോഡ്. എന്തൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്താലും അതിൻ്റെ നിലനിൽപ്പിന് ഒരു പരിധി ഉണ്ട്. വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? There is a limitation for everything. കാരണം ഇതിന്മേൽ സ്വാധീനം ചെലുത്തുന്ന ശക്തികൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പെർമനന്റ് അല്ല, നിലനിൽക്കുന്നതല്ല. ഇത് ഉളവാക്കുന്ന ശക്തികളും നിലനിൽക്കുന്നതല്ല. പ്രൈസ് ഗോഡ്. എന്നാൽ എൻ്റെ നിലനിൽപ്പ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും നക്ഷത്രങ്ങളിൽ നിന്നും അതീതമായി നിൽക്കുന്ന യേശുവിലാണെന്ന് ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് നിത്യതയില്, നിത്യമായ സന്തോഷത്തില്, നിത്യമായ അനുഗ്രഹത്തില് നിന്റെ കാലം കഴിച്ചുകൂട്ടാൻ തക്കവണ്ണമുള്ള ആ അധികാരം നിനക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അധികാരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ആ അധികാരം പ്രാപിക്കുവാൻ വിളിക്കപ്പെട്ട ജനം, അധികാരം പ്രാപിച്ച ജനം, അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റുള്ളവരോട് ഞാൻ പറയട്ടെ, ആരെങ്കിലും ഈ അധികാരത്തിന് അധീനരാകാതെ ഉണ്ടെങ്കിൽ 2 കൊരിന്ത്യർ 6-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ട്. 2 Corinthians chapter 6 verse 1 and 2. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമാകരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു. We then as workers together with him beseech you also that ye receive not the grace of God in vain. കർത്താവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ കൂട്ടുവേലക്കാരായി, ദൈവത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കൂട്ടുവേലക്കാരായി ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾക്ക് കൃപ ലഭിച്ചത് വെറുതെയാകരുത്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ദൈവമക്കളെ, നമുക്ക് ലഭിച്ച കൃപ വെറുതെയാകരുത്. മനുഷ്യന്റെ ജീവിതത്തിലേക്ക്, ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് എന്നെങ്കിലും എപ്പോഴെങ്കിലും ഈ കൃപ ഒഴുകി വരുന്ന ഒരു സമയമുണ്ട്. ആ സമയം പാഴാക്കരുത്. ഹല്ലേലൂയ.
ഏത് സ്വഭാവമുള്ളവനായാലും, എങ്ങനെ ജീവിക്കുന്നവനായാലും, ഏത് ജാതിയിൽ ജനിച്ചവനായാലും, അവനോട് ഈ പ്രപഞ്ചത്തിന്റെ ഉടമയായ അവന്റെ സൃഷ്ടിതാവായ ദൈവം ഇടപെടുന്ന നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങൾ നിങ്ങൾക്ക് പാഴാക്കി നിങ്ങൾക്ക് ദൈവകൃപ ലഭിച്ചത് വൃഥാവാക്കരുത്. ഇത് ദൈവകൃപ പ്രാപിച്ചവരോട് അത് കളയാതിരിക്കാനും, പ്രാപിച്ചിട്ടില്ലാത്തവരോട് അത് പ്രാപിക്കാനുമുള്ള കർത്താവിൻ്റെ മുന്നറിയിപ്പാണ്. ഇറ്റ് ഇസ് എ വാർണിംഗ്. ഹല്ലേലൂയ. എന്തുവാ? ദൈവകൃപ ലഭിച്ചവർക്ക് അത് കൈവിട്ടു പോകാതെ സൂക്ഷിക്കുവാൻ. ഹല്ലേലൂയ. ദൈവകൃപയിൽ വന്നിട്ടില്ലാത്തവർക്ക് അത് കൈവശമാക്കുവാൻ. പ്രൈസ് ഗോഡ്. ഒരു സെക്കൻഡ് മതി വീണു പോകാൻ, ഒരു സെക്കൻഡ് മതി എഴുന്നേറ്റ് വരാൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അടുത്ത വാക്യം, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി. രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. നിനക്ക് ഉത്തരമരുളുന്ന ഒരു സമയം എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലുണ്ട്. ഒരു വിഷയത്തിന്റെ പുറത്ത് ഭാരപ്പെട്ട് നിലവിളിക്കുന്ന ഒരു മനുഷ്യനോട് ദൈവം ഇടപെടുകയും അവന്റെ നിലവിളിക്ക് മറുപടി കൊടുക്കുകയും ചെയ്യുന്ന സന്ദർഭം ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. ജാതി മത വ്യത്യാസമില്ലാതെ. ഹല്ലേലൂയ. ഏത് ജാതിയാണെന്ന് നോക്കത്തില്ല, ഏത് മതമാണെന്ന് നോക്കത്തില്ല, ഏത് പള്ളിയിലാണ് പോകുന്നത് നോക്കത്തില്ല, ഏത് അമ്പലത്തിലാണ് പോകുന്നത് നോക്കത്തില്ല. എന്നെയും നിന്നെയും സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ പ്രമാണം ഇതാണ്: ഹൃദയം തകർന്നവർക്ക് അവൻ സമീപസ്ഥൻ. ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുമ്പോൾ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന ഒരുവന് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നിന്റെ ജാതി ചോദിക്കത്തില്ല, നിന്റെ മതം ചോദിക്കത്തില്ല, നീ ഏത് പുസ്തകം വായിക്കുന്നു ചോദിക്കത്തില്ല, ഏത് അമ്പലത്തിൽ ഏത് പള്ളിയിൽ പോകുന്നുവെന്ന് ചോദിക്കത്തില്ല. കരച്ചിലിന്റെ മുമ്പിൽ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നെ വിടുവിക്കുവാനായി ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കർത്താവേ നീ ആര് എന്ന് ചോദിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ആയിരങ്ങളുടെ അനുഭവത്തിൽ ഞാൻ പറയാം, നിനക്കൊരു ഉത്തരം ലഭിക്കും. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി, ആമേൻ, മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ കാൽവരി ക്രൂശിൽ എന്റെ അവസാന തുള്ളി രക്തം വരെ ഒഴുക്കി തന്ന് നിന്നെ സ്നേഹിച്ച യേശു. കർത്താവേ ഇന്ന് രാത്രി ആ ശബ്ദം ചില ഹൃദയങ്ങളിൽ പതിക്കട്ടെ. ആമേൻ. ഹൃദയത്തിനകത്തേക്ക് ഒരു സന്ദേശം നീ അറിഞ്ഞോ അറിയാതെയോ മൃദുസ്വരത്തിൽ കടന്നു വരും. അത് ഏറ്റുകൊണ്ട് ആ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ആർക്കൊക്കെ പാടാൻ കഴിയുമോ അവര് ചേർന്ന് പാട്. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. ആരാധന 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 അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ലേ ആർക്കും
അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ലേ ആർക്കുമേ. സ്നേഹമേ ജീവനേ നിന്നിൽ ഞാൻ ചേർന്നിടുന്നു. സ്നേഹമേ ജീവനേ നിന്നിൽ ഞാൻ ചേർന്നിടുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആരാധന 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 എൻ പ്രേമ ഗീതമാ എന്നേശുനാഥനീ എൻ ജീവനേ കാലം നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാലം നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാലം നീ വലിയതാണെനിക്ക്. ഉള്ളിൽ നിന്ന് പാടാം. എൻ ജീവനേ കാലം നീ വലിയതാണെനിക്ക്. അല്പർത്ഥമായി പാടാം. എൻ ജീവനേ കാലം നീ വലിയതാണെനിക്ക്. അതുകൊണ്ട് ആരാധന 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 ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ലേ ആർക്കുമേ. അങ്ങെപ്പോലെ സ്നേഹിച്ചിടാൻ ആവതില്ലേ ആർക്കുമേ. ജീവനേ സ്വന്തമേ അങ്ങേ മാറി ചാരുന്നു ഞാൻ. ജീവനേ ഇന്ന് രാത്രി യേശുവിന്റെ മാറിലേക്ക് ചാരുന്നു. നിന്നെ നന്നായി അറിയുന്നവൻ, നിന്നെ സ്നേഹിക്കുന്നവൻ, നിന്നെ കരുതുന്നവൻ അങ്ങേ മാറി ചാരുന്നു ഞാൻ. അവനെ ആരാധിക്കാം. ആരാധന 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 ആരാധന. ശാന്തമായി മൃദുസ്വരത്തിൽ നിന്നെ സഹായിച്ച് നിന്നെ വിടുവിച്ച ശേഷം നിന്റെ ഹൃദയത്തോട് ഇടപെടുന്ന ഒരു യേശുവുണ്ട്. നിന്നോട് മന്ദസ്വരത്തിൽ സംസാരിക്കുന്ന ഒരു യേശുവുണ്ട്. കണ്ടാലും എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. വാതിൽക്ക് ഞാൻ മുട്ടും.
ഹൃദയത്തിൻ്റെ വാതിൽക്കൽ ഇന്ന് രാത്രി യേശു മുട്ടുന്ന ശബ്ദം കേട്ടവരെത്ര പേരുണ്ട്? സ്തോത്രം പറയാമോ? ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊരു സ്തോത്രം പറയാമോ? ജീസസ് ക്രൈസ്റ്റ് ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ ഓഫ് യുവർ ഹാർട്ട്. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോക്കിംഗ് അറ്റ് ദ ഡോർ ഓഫ് യുവർ ഹാർട്ട്. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൻ്റെ വാതിലിൽ പ്രപഞ്ചത്തിൻ്റെ ഉടമയായവൻ, കാലത്തിന് അതീതനായവൻ, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവൻ, ഇന്ന് രാത്രി നിന്റെ സകല ദോഷങ്ങളും മാറ്റട്ടെ. നിന്നെ ക്ലേശിപ്പിച്ച സംവത്സരങ്ങൾക്കൊത്തവണ്ണം, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ വേദനിപ്പിച്ച ദിവസങ്ങൾക്കൊത്തവണ്ണം, നിന്നെ തകർത്ത് കളഞ്ഞ വർഷങ്ങൾക്കൊത്തവണ്ണം, നിന്നെ വേദനിപ്പിച്ച് നിരാശപ്പെടുത്തിയ മാസങ്ങൾക്കൊത്തവണ്ണം, ഒരു നിത്യതയ്ക്കൊത്ത് നിന്നെ പണിയത്തക്കവണ്ണം ഇന്ന് രാത്രി യേശുവിന്റെ കൃപ നിന്റെ മേൽ വ്യാപരിക്കുന്ന രാത്രിയാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജീവിതങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, ജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന, ജീവിതങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നിരാശയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന, നന്മകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സകല ദുഷ്ടശക്തികളെയും ആകാശത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ശാസിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിനക്ക് ആശ്വാസം തരാൻ കഴിവുള്ള യേശു ഉണ്ടെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സ്വാധീനം ചെലുത്തിയ ഭൂമിയിൽ പ്രൈസ് ഗോഡ് മനുഷ്യന്റെ മേലും ഇതിന്റെ എല്ലാ വിഷയങ്ങളുടെ മേലും സ്വാധീനം ചെലുത്തി എന്റെ സ്വസ്ഥത കെടുത്തി, എന്നെ സമാധാനം കെടുത്തി, എന്റെ കുഞ്ഞിന്റെ ഭാവി നശിപ്പിച്ച്, ആരോഗ്യം നശിപ്പിച്ച്, ഹല്ലേലൂയ ആമേൻ, എന്റെ വീടിന്റെ നന്മ നശിപ്പിച്ച്, ഐശ്വര്യം നശിപ്പിച്ച്, എന്റെ ബിസിനസിന്റെ പ്രോഗ്രസ് നശിപ്പിച്ച്, എന്റെ ജോലിയുടെ ഹല്ലേലൂയ എല്ലാ സന്തോഷവും നശിപ്പിച്ച്, ഈ ലോകത്തിൽ എന്റെ ജീവിതത്തെ ദുഷ്കരമാക്കി മാറ്റുവാൻ നോക്കുന്ന, ആകാശത്തിൽ കുടികൊള്ളുന്ന, നക്ഷത്രങ്ങളിൽ മേൽ അധിവസിക്കുന്ന, സൂര്യചന്ദ്രാദികളിൽ മേൽ വസിച്ചുകൊണ്ട് എന്റെ കുടുംബത്തിൽ സ്വാധീനം ചെലുത്തുന്ന, എന്റെ ജീവിതത്തോട് സ്വാധീനം ചെലുത്തുന്ന ദുഷ്ടശക്തികളുടെ മേൽ ഇന്ന് രാത്രി ഞാൻ ജയമെടുക്കുമെന്ന് വിശ്വസിച്ച് ആരാധിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് സ്വർഗത്തിലെ ദൈവമേ, ഇന്ന് രാത്രി ചില കുടുംബങ്ങൾ സ്വതന്ത്രമാകട്ടെ, ചില തലമുറകൾ സ്വതന്ത്രമാകട്ടെ, ചില ബന്ധനങ്ങൾ അഴിയട്ടെ. ശക്തിയോടെ ആരാധിക്കാം.
ക്രോണോസിനകത്ത് നിനക്ക് പിന്നെയും പിന്നെ റിപ്പീറ്റേഷൻ കിട്ടും. ഈ 1-ാം തീയതി പറ്റിയില്ലെങ്കിൽ അടുത്ത ശമ്പളത്തിന്, ഈ വർഷം പറ്റിയില്ലെങ്കിൽ അടുത്ത വർഷം, ഈ മണിക്കൂറിൽ പറ്റിയില്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ. എന്നാൽ കൈറോസിനകത്ത് ഒരു സന്ദർശനം മാത്രമേ കാണത്തുള്ളൂ, ഒരൊറ്റ സന്ദർശനം. ആ സമയം ഉപയോഗിച്ചാൽ നീ ക്രോണോസിൽ നിന്ന് വെളിയിൽ വരും, നീ കൈറോസിലാകും. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള സന്ദർഭം, സമയം ദുരുപയോഗം ചെയ്യല്ലേ. ഒറ്റ ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു. അയാളുടെ പേര് ബർത്തിമായി. ബർത്തിമായിയെ കുറിച്ച് 18-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ യെരിഹോവിന് അടുത്തപ്പോൾ ഒരു കുരുടൻ ഇരന്നുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ടു. ഇതെന്ത് എന്ന് അവൻ ചോദിച്ചു. നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. കർത്താവായ യേശു കാൽവരിയിൽ മരിക്കുന്നതിന്റെ ലാസ്റ്റ് ജേർണി. ഇനി ഒരു കാലത്തും അവൻ യെരിഹോവിൽ കൂടെ കടന്നു പോകത്തില്ല. അവന്റെ ലാസ്റ്റ് ജേർണി. ആ സമയത്ത് ബർത്തിമായി എന്ന ഒരു കുരുടൻ വഴിയരികെ ഇരുന്നുകൊണ്ടിരുന്നു. അവൻ ചോദിച്ചു, ആരാണ് ഈ പോകുന്നത്, എന്താ പ്രശ്നം? ആളുകൾ പറഞ്ഞു, വായിച്ചാട്ടെ. അപ്പോൾ അവൻ, യേശുവേ ദാവീദ് പുത്ര. നസ്രയനായ യേശു കടന്നു പോകുന്നത് കേട്ടപ്പോൾ അവൻ വിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. കരുണ തോന്നണമേ. അന്ന് അവൻ വിളിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലും അവന് വിളിക്കാൻ അവസരമില്ല. This was the last journey of Jesus Christ when he was alive in this world. ഇനി അവസരമില്ല, അവൻ നടന്നു പോവുകയാണ്. ആമേൻ. അടുത്തത്, മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കാൻ ശാസിച്ചു. പക്ഷേ അവനോ കുരുടന് മനസ്സിലായി. പ്ലീസ് അത്ര ഓടില്ലേ. കുരുടന് മനസ്സിലായി, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. ഇപ്പോൾ ഞാൻ വിളിച്ചപേക്ഷിച്ചാൽ എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടും. either now or never. അവന് മനസ്സിലായി. ഇന്ന് രാത്രി എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? either now or never. ഇപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലുമില്ല. നിനക്ക് തീരുമാനമെടുക്കുവാൻ തക്കവണ്ണം നസ്രയനായ യേശു നിന്റെ സമീപം കൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ either രക്ഷാ ദിവസം. ബർത്തിമായിയുടെ കണ്ണിന്റെ കാഴ്ചയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിനക്കൊരു വിടുതൽ കിട്ടാനുള്ള സന്ദർഭം ഇപ്പോൾ വന്നിരിക്കുന്നു. ഇപ്പോൾ ചില തീരുമാനങ്ങൾ എടുത്ത് ഇപ്പോൾ അത് സ്വീകരിക്കാമെങ്കിൽ either now or never എന്തെടുക്കാൻ സാധിക്കുമോ? ദൈവത്തെ ആരാധിക്കണം. വിളിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, കരങ്ങൾ അടിച്ചവരെ സ്തുതിച്ച് ആരാധിക്കുക, അവന് മഹത്വം കൊടുത്ത് ആരാധിക്കുക. either now or never. ഇങ്ങനെയൊന്നും കൊട്ടല്ലേ, ശരിക്കും സത്യമായിട്ട് കൊട്ടി ആരാധിക്കുക. ഹല്ലേലൂയ. നിന്റെ വിടുതലിനുള്ള സമയം ഇന്നാണെന്ന് മനസ്സിലാക്കുക. നിന്റെ കുടുംബത്തിലുള്ള വിടുതൽ ഇപ്പോഴാണെന്ന് മനസ്സിലാക്കുക. ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ, അഴിയട്ടെ. സുപ്രസാദകാലമായി മാറട്ടെ, രക്ഷാ ദിവസമായി ഇന്ന് മാറട്ടെ. ബർത്തിമായിക്ക് മനസ്സിലായി, ഇന്ന് ഈ യേശുവിൽ നിന്ന് ഞാൻ ചിലത് പ്രാപിക്കും. വായിച്ചാട്ടെ. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. എപ്പോഴാണ് നിലവിളിച്ചത്? അതിന് മെളിത്ത വാക്യം വായിച്ചേ. അതിന്റെ മെളിത്ത വാക്യം. മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിക്കാൻ ശാസിച്ചു. നിനക്ക് വിടുതൽ വരാതിരിക്കാൻ പിശാച് പറയും, സ്വോത്രം പറയല്ലേ. പിശാച് പറയും, ഉറക്ക പാടല്ലേ. പിശാച് പറയും, കൈ കൊട്ടല്ലേ, ഇങ്ങനെ കാണിച്ചാൽ മതി എന്ന് പറയും. പിശാച് പറയും, കൈ പൊക്കല്ലേ, ഇങ്ങനെ ഇത്രയും കാണിച്ചാൽ മതി എന്ന് പറയും. അല്ലെങ്കിൽ മിണ്ടാതിരിക്കാൻ പറയും. എന്നാൽ കാഴ്ച പ്രാപിക്കാനുള്ള ബർത്തിമായിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല, കൊട്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ആരാധിച്ചാട്ടെ, ശക്തിയോടെ ആരാധിച്ചാട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ. ഒരു വരി പാട്ടുപാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് പിരിയാൻ പോകുകയാണ്. വായിച്ചു തീർക്കാം, വായിക്കാം.
അവനോ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്നു. അവനെ തന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുക്ക വന്നപ്പോൾ ഞാൻ നിനക്ക് എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. നിനക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരമുണ്ട്. നിന്റെ ജീവിതത്തിൽ എന്താണ് വിഷയമെന്ന് പറയാനുള്ള അവസരമുണ്ട്. പറയാൻ ചോദിക്കാൻ അവസരമുണ്ട്. അത് തരാൻ യേശുവിന് മനസ്സുമുണ്ട്. വായിച്ചാട്ടെ. കർത്താവേ, എനിക്ക് കാഴ്ച കിട്ടണം എന്നവൻ പറഞ്ഞു. യേശു അവനോട് കാഴ്ച പ്രാപിക്കാം, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കാഴ്ച പ്രാപിക്കാൻ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരുന്നു പറഞ്ഞു. അടുത്തത് ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. അവന്റെ ആവശ്യം നടന്നു. ഇന്ന് രാത്രി ചിലരുടെ ആവശ്യങ്ങൾ നടത്തത്തക്കവണ്ണം, ക്ഷണത്തിൽ നടക്കത്തക്കവണ്ണം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മൾ ദൈവസന്നിധിയിൽ ഇന്നൊരു സുപ്രസാദകാലം, ഇപ്പോഴാവുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാവുന്ന സുപ്രസാദകാലം. ഒരു തീരുമാനമെടുക്കുക. ഇന്നലെ ആരാധിച്ചതുപോലെയല്ല ഇന്ന് ഞാൻ ആരാധിക്കാൻ പോകുന്നത്. ഞാൻ ശക്തിയോടെ ആരാധിക്കും. ഇന്നലെ സ്തോത്രം പറഞ്ഞതുപോലല്ല പറയാൻ പോകുന്നത്. ഒച്ചത്തിൽ സ്തോത്രം പറയും. ഇന്നലത്തെ പോലെ ഹല്ലേലൂയ പറയാൻ പോകുന്നത് തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെ ഞാൻ ആരാധിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. വിശ്വാസത്താൽ ആരാധിക്കുന്നു. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. ആരാധിക്കും പരിശുദ്ധരെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ആരാധിക്കും പരിശുദ്ധരെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനകൾ അൻപുടമുളയും തീകത്തീരും
ആരാധനകൾ മാധവടി കോട്ടകൾ തകരും ആരാധനകൾ ബന്ധൻപടി പ്രതിമലടിയും മാധവടി കോട്ടകൾ തകരും ആരാധനകൾ ഓ ചന്ദ്ര ഭൗരക ജഗ ജഗ ജനപന ദുരകല ജനപന ദുരകല ജനപന കന്തല ഭൗരക ജഗ 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 ജനപന ജനപന കൽമല ഭൗരേ ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. പാഴാക്കല്ലേ, ഏറ്റെടുക്കാം. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കും.